ഹലോ ഗൈസ്, ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തതാണ്. ഞാൻ തൃശ്ശൂർ പോയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പോൾ രാവിലെ തന്നെ ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇതാ വന്നു. ഞങ്ങൾ ട്രെയിനിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ഷോർട്സും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പിടിച്ച് ഇതാ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ കാഴ്ചകൾ കണ്ടു പോവാണ്. കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. ഞാനും മാമനും കൂടിയാണ് പോയത്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഒരു മയിലിനെ കണ്ടുകൊണ്ട് റോഡിൻ്റെ അവിടെ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ നമ്മളെ കണ്ടത് മയിൽ പാറിപ്പോയി. അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ചെന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഇതാ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പം നമ്മുടെ മൂത്തച്ഛനും മൂത്തച്ഛനും ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടതിന് സന്തോഷം നമുക്കുണ്ട്. ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. ഇവിടെ ജാതിത്തോട്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രസമായിരുന്നു അവിടെയൊക്കെ കാണേണ്ടിയിട്ട്. ഈ സംഗതി ആദ്യം കണ്ടപ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ചേമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയല്ലേ ഈ സംഭവം എന്താന്നുള്ളത് പിടികിട്ടിയത്. അപ്പോഴുണ്ട് മൂത്തച്ഛൻ ഇത് കാണിച്ചു തരേണ്ടിട്ട് വരിക. 4000 ഒരു 1500 കുഞ്ഞിക്കുണ്ടോ പ്രസവിക്കുമ്പോ ഒരു കുഞ്ഞിക്ക് 35 രൂപയാണ് വില. പ്രസവിച്ചതിന്. ഇതിന്റെ പേരെന്തായിരുന്നു? ജയന്റ് ഗൗരാമി. ഇത് ഒരു ജോഡിക്ക് ഇങ്ങനെ പ്രസവിക്കാറാവുമ്പോഴേ ഇത് ബ്ലാക്ക് ആണ്, വൈറ്റിനാണ് ഈ മുത്തച്ഛൻ പറഞ്ഞ ഈ വില. ഇതിന് പകുതി വില കിട്ടുള്ളൂ ബ്ലാക്കിന്. ഡിമാൻഡ് കുറവാണ്. ചോപ്പ കണ്ണായിരിക്കും, അത് നല്ല ഷേപ്പ് ആയിരിക്കും, തോണിയുടെ മാതിരി തന്നെ ആയിരിക്കും മീൻ. വൈറ്റ് അങ്ങനെ ഒരു ജോഡി പ്രസവിക്കും. അങ്ങനത്തെ മീനാണിത്. പക്ഷേ ബ്ലാക്ക് വില കുറവാണ്. അതിന്റെ ഒപ്പം പകുതി ബ്ലാക്ക് കിട്ടും. ഇത് വൈറ്റാണ്. അപ്പൊ കൊറേ സമയത്തിന് ശേഷം മീനിനെല്ലാം കണ്ട് അപ്പൊ പിന്നെ നമ്മള് ഈ നെറ്റ് ഊരിയതുപോലെ തന്നെ തിരിച്ചിടണല്ലോ. അതിന്റെ പ്രൊട്ടക്ഷൻ ആണല്ലോ നമുക്ക് മെയിന്. നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ട് ഒരു അമ്പലത്തിന്റെ അടുത്ത് ഒരു വീട്ടില് തറവാട്ട്, അവിടെ ക്ഷേത്രം, ഞങ്ങൾ പുരാതന തറവാണ്. അഷ്ടനാഗങ്ങളല്ലേ? അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖുവരൻ, ഗുളികൻ, ഇത് എങ്ങനെ ഓർഡറിലാണുള്ളത്? പേരുണ്ടല്ലേ? പത്മൻ, മഹാപത്മൻ, സംഘപാലൻ, ഗുളികൻ. പറഞ്ഞില്ലേ അതെ. പത്മൻ മഹാപത്മനാണ്. ഇത് ഇവിടുത്തെ കൃഷിത്തോട്ടാണ്. കൃഷിത്തോട്ടത്തിലെ മുളക്, പല ടൈപ്പ് ഓഫ് മുളക്, മുളക് എല്ലാം മുളകാ. ശോ, എത്രയാ മുളക്! ഗണ്ടോ കക്കോയലേ പട്ടെടുത്ത പാവക്കുഞ്ഞെ. ഇങ്ങടൊക്കെ കൊറേ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. ജാതിക്കാത്തോട്ടം. ഓ, ഇവിടെ ഒരു ജാതിക്കയുണ്ട്. ഇതാണ് ജാതിക്ക ഗൈസ്, ജാതിക്ക. ജാതിക്കയുടെ കുരുവും തോലൊക്കെയാണ് ഇതല്ലേ. നൈസ്, കൊള്ളാം, നല്ല കളറ്, അടിപൊളിയാട്ടോ. ഇവിടെ രക്ഷയില്ല. എടാ ചുന്ദരന്മാരെ എന്നാ
ചുന്ദരമാരി എന്താണ്? ഓ ഇങ്ങോട്ട് വരറ്. കരിങ്കോഴി നോക്കട്ടെ മോനെ. കരിങ്കോഴീന്റെ മുട്ട ഇപ്പൊ കിട്ടലുണ്ടോ? ആ ആ അപ്പം കുറച്ച് കോഴികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം നാടൻ കോഴികളാണ്. ഇപ്പം പൂവൻ കോഴിയൊക്കെ ഇവിടെ ഉണ്ട്. പൂവൻ കോഴീനെ കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റു ഫീൽ അടിച്ചു. കാരണം പണ്ട് എൻ്റെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നേ, പൂവൻ. എന്നെ ഓടിച്ച് കൊച്ചതാണ് എനിക്ക് ഓർമ്മ വന്ന ആ സമയത്ത്. ഇല മുറിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇല മുറിക്കുകയാണ്. ഇഷ്ടംപോലെ കുമ്പളങ്ങി ഒരുപാട് ആ ഇതല്ലേ കടയിൽ വേണ്ടാ. ഇത് വലിയ സംരംഭം. കൊള്ളാം. മുളക് ഇതൊക്കെ നല്ല മുളക്. പേരിക്ക പറിച്ചു ഗൈസ്. പേരിക്ക ഫ്രഷ് സാധനം. അതെ അവിടുന്നാണോ? ആ പറ. അതന്നെ ഞാൻ തിന്നിനെ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഇതില്ലട്ടാ. നമ്മളെ നാട്ടിലില്ല ഇങ്ങനത്തെ സംഭവം. ഇതെന്തിന്റെ ഭാഗ? ഇല്ല നമ്മളെ അങ്ങോട്ടേക്ക്. ഓ അതെ. ഓ അടിപൊളി ഭക്ഷണം. ഇത് കോഴിക്കാ? കോഴിയോ? ഞാൻ സ്ഥിരമായിട്ട് വാഴക്കുടപ്പിനെ കൊടുക്കാം. എന്തെന്ന്? കൂമ്പില്ലേ? ആ കൂമ്പ്, വാഴക്കൂമ്പ്. നീ പറയണ്ടായിരുന്നു ഏതൊരു വീഡിയോയില്. ആ ശരിയാ ശരിയാ. പറയണ്ടായിരുന്നു എന്താ വാഴക്കുമ്പെന്ന് പറയുന്നത്. നമ്മളവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ എന്താ പറയാ? വാഴ കുടപ്പൻ. കുടപ്പൻ. വാഴക്കുടപ്പൻ മീൻസ് വാഴക്കൂമ്പ്. ഈ തീറ്റ കൊടുത്താലാണ് കോഴി മുട്ടയിടുള്ളൂ. ഓ മുട്ടയിടണമെങ്കിൽ അല്ലേ? പിന്നെ ഈ എന്തില്ലേ ഈ തക്കാളിയും ഒക്കെ ഇല്ലേ, നമുക്ക് ചോളം ഗോതമ്പ് കഴിച്ച് ആയിട്ടുള്ളതാണ് തീറ്റ. എന്തൊക്കെ തീറ്റ കൊടുത്താലും ഇത് കൊടുത്തില്ലെങ്കിൽ മുട്ടയില്ലേ. ഇതിനല്ലേ മുട്ട അല്ലെങ്കിൽ തോൽ മുട്ട ഇടും. കട്ടിയില്ലാത്ത മുട്ട. ശരിയാ, ഉണക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നല്ലേ. അതാ ഇതല്ലേ പറഞ്ഞ പോലെ. ഇതെന്നിട്ട് ഉണക്കിയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. മൂത്തച്ഛൻ പുറത്തു പോന്നാന്ന് പറഞ്ഞു. എന്നാ പിന്നെ കൂടെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ഇറങ്ങി. ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. നട്ട് വെയിലാണ്. പക്ഷെ കാണാത്ത സ്ഥലം കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതിനു വേണ്ടി വെയിലൊന്നും ഒരു വിഷയമില്ല എന്നുള്ള രീതിയിൽ ഞാനും മൂത്തച്ഛൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനം വാങ്ങിക്കൊണ്ടിട്ടാണ് ഈ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിയിൽ നല്ല ഒരു വയലൊക്കെ കാണുന്നു. പക്ഷെ ഇവിടെ കൃഷിയൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ നാട് പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതാ ഇതാ പോയി അവസാനം ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വീടെത്തിരിക്കുകയാണ്. ടാറ്റ.
ഇതാ ഒരാളിതാ അടിക്കുന്നതാണ് സാധനതാടെ സുധിമാവൻ ഇതാ അവിടെ ചായ. അപ്പം എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, പോയി കിടന്നുറങ്ങി. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.